ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഗ്ലോസറി ടേംസ് തന്നെയാണ് ഈ ഒരു വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് വെയർ ഹൗസിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ആ ഓരോരോ റാൻഡം ആയിട്ടുള്ള ടേംസുകൾ കുറച്ചുകൂടി നമുക്കിന്ന് പരിചയപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് കാൻറ്റിലിവർ റാക്ക്. കാൻറ്റിലിവർ റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വെയർ ഹൗസസിൽ അല്ലെങ്കിൽ ഈവൻ ഒരു സ്റ്റോറേജ് സ്പേസ്, എനിക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ആവശ്യമായിട്ടുള്ളൊരു ഏരിയയിൽ റാക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റാക്കാണ് കാൻറ്റിലിവർ റാക്ക് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും മേ ബി കണ്ടിട്ടുണ്ടാവാം. സ്റ്റീലിൻ്റെ തന്നെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഒരു ടൈപ്പ് ഓഫ് റാക്ക്. അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് വെയർ ഹൗസസിലാണ്. അപ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് ബോക്സസ് ആണെങ്കിലും ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കൊരു പ്രോപ്പർ യൂണിഫോം ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ കാൻറ്റിലിവർ റാക്ക് കോമൺലി യൂസ്ഡ് ഇൻ എ വെയർ ഹൗസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് കേസ് പിക്ക്. നമ്മളൊരു പിക്ക് ലിസ്റ്റിന് അഗെയിൻസ്റ്റ്, അതായത് നമുക്കിപ്പോൾ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇത്ര ഗുഡ്സ് അല്ലെങ്കിൽ ഇത്ര ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതെല്ലാം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു വെയർ ഹൗസിൽ നിന്ന് എൻ്റെ വേറെ ഏതോ ലൊക്കേഷനുള്ള സ്റ്റോറിലേക്ക്, അപ്പോൾ ഈവൻ 1-2 സ്റ്റോറിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇത്ര എമൗണ്ട് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത്ര എമൗണ്ട് ഓഫ് ഗുഡ്സ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതൊരു പിക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അത്തരമൊരു റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റ് അഗെയിൻസ്റ്റ് ആയിരിക്കുള്ളൂ ആ ഒരു പ്രോസസ്സ് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കേസ് പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം എന്തൊക്കെയാണോ ആ റിക്വയർമെൻ്റായിട്ട് വന്നിട്ടുള്ളത്, ഇതൊക്കെ ഞാനൊരു പാലറ്റ് ബേസിലേക്ക് മാറ്റാൻ വേണ്ടി പോകണം. അല്ലെങ്കിൽ പല എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഗുഡ്സ് ഒരു പാലറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഒരൊറ്റ കൺസൈൻമെൻ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് ഡെലിവറി ചെയ്യും. അത് അവിടെ നിന്ന് ഷിപ്പ് ചെയ്യും. അതായത് വെയർ ഹൗസിൽ നിന്ന് ആ ലൊക്കേഷനിലേക്ക് അഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, കേസ് പിക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്യാരിയിങ് കോസ്റ്റ്. അഫ്കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയർ ഹൗസസിന് പല പെർപ്പസസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓരോരോ ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ പെർപ്പസസ് മാറിയിരിക്കും. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു വെയർ ഹൗസിൽ നമ്മളുടെ ഒരു എക്സ്റ്റേണലി ഒരാൾ നമ്മുടെ വെയർ ഹൗസിൽ ചരക്ക് വെക്കുകയാണെങ്കിൽ അത് എത്ര നാൾ ആ വെയർ ഹൗസിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് നമുക്കവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് എത്ര നാളൊരു പ്രൊഡക്റ്റ് ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നു, എത്ര സ്പേസ് ആണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇതിനൊക്കെ അഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാരിയിങ് കോസ്റ്റ് ഫിക്സ് ചെയ്യാനും അത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആരാണോ നമ്മളെ അത് ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് WMS, വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കറിയാം, വെയർ ഹൗസ് എന്ന് പറയുന്ന എൻറ്റയർ പ്രോസസ്സുകൾ ലൈക്ക് റിസീവിങ്, സോർട്ടിങ്, പാക്കിംഗ്, ഡെലിവറിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് എന്താണ് സിസ്റ്റം ത്രൂ കൺട്രോൾഡ് ആയിരിക്കും. ലൈക്ക് ആ ഒരു ഡാറ്റ മാറുന്നതനുസരിച്ചിട്ട് ലൈക്ക് അറൈവിങ്, പ്രോസസ്സിങ്, ഡിസ്പാച്ചിങ്, ഇതിനുള്ളിൽ വരുന്ന എല്ലാ പ്രോസസ്സുകളെയും കോർഡിനേറ്റ് ചെയ്യാൻ, അതായത് പ്രോപ്പറായിട്ട് അതിൻ്റെ ആ ഒരു ഡാറ്റയിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് നമുക്ക് പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർസിൻ്റെ ഇൻറ്റഗ്രേഷൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസ് ലൈക്ക് സാപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എൻറ്റയർ ഓപ്പറേഷൻ, ആ വെയർ ഹൗസിലെ എൻറ്റയർ ഓപ്പറേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. സോ നമുക്ക് അത്തരം ആ ഒരു സ്റ്റൈൽ ഓഫ് കൺട്രോളിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റിനെ നമുക്ക് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഒരു എൻറ്റയർ ഓപ്പറേഷൻസ്, വെയർ ഹൗസിൽ വരുന്ന എൻറ്റയർ ഓപ്പറേഷൻസ് സിസ്റ്റംസ് ത്രൂ, അതായത് മീൻസ് സോഫ്റ്റ്വെയർസ്, ആപ്ലിക്കേഷൻസ് ത്രൂ എന്തായിരിക്കും, ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. ഓക്കെ, 1-to-1 കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, വൺ ഡാറ്റ ടു അനദർ ട്രാൻസ്ഫർ ആവുന്നുണ്ടാവും. അവിടെ നിന്ന് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോരോ റോൾ ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടാവും, സോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അത് യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ആ ഒരു പെർപ്പസ് അവിടെ ഫില്ല് ചെയ്യുന്നത് ഇൻ എ വെയർ ഹൗസ്. ഓക്കെ, അപ്പോൾ അതാണ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, softwares and process used to control goods from the moment they are entered in a warehouse until they are distributed and beyond. Okay, ഇതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്.